ഹായ്, ഞാൻ ഷെറിൻ ഡേവിസ്. സാധാരണ ഫാമിലിയിൽ നിങ്ങൾ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ആ കുടുംബത്തിൻ്റെ വരുമാനത്തെ പറ്റിയോ ചിലവിനെ പറ്റിയോ അല്ലെങ്കിൽ ലോണുകളെ പറ്റിയോ ഒക്കെ മനസ്സിലാക്കാനായിട്ട് അവസരം കൊടുക്കാറുണ്ടാവും. ചിലപ്പോൾ 22-23 വയസ്സ് കഴിയുമ്പോൾ ഒരു യുവാവിന് പെട്ടെന്ന് വരുമാനം വന്ന് തുടങ്ങുമ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവാത്തത് ഒരു സാഹചര്യത്തിലും സ്കൂളിലോ വീട്ടിലോ അല്ലെങ്കിൽ മറ്റു ചുറ്റുപാടുകളിൽ നിന്നോ ഇങ്ങനെയുള്ള ഒരു അറിവും ലഭിക്കാത്തത് കൊണ്ടല്ലേ? അതുകൊണ്ട് കുട്ടികൾക്കുള്ള ഫൈനാൻഷ്യൽ ഓറിയൻറ്റേഷൻ നമുക്ക് ചെറുപ്പത്തിലേ തുടങ്ങാം. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്. ഞങ്ങളുടെ ഈ വീഡിയോ ഒരു ശ്രമമാണ്. നിങ്ങളുടെ മക്കളെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ളവരായി വളർത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ, സൊല്യൂഷൻസ് എല്ലാവർക്കും എല്ലാ സാഹചര്യത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. ഒരുപക്ഷെ മുതിർന്നവരുടെ അല്ലെങ്കിൽ പാരൻസിൻ്റെ ബുദ്ധിപൂർവമായ ഇടപെടലും ഞങ്ങളുടെ ചെറിയ ചെറിയ ടിപ്സും കൂടിയായാൽ ഇതിന് ഫലമുണ്ടാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സാധാരണ കുടുംബത്തിൽ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യാത്ത ഒരു മേഖലയാണ് ആ കുടുംബത്തിൻ്റെ ഫൈനാൻഷ്യൽ മേഖല, സാമ്പത്തിക മേഖല. അതായത് ആ കുടുംബത്തിൻ്റെ വരുമാനം, ഇൻകം, എക്സ്പെൻഡിച്ചർ, ബഡ്ജറ്റ്, ലോൺ എന്നിവ. പ്രത്യേകിച്ച് കുട്ടികൾ ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കില്ല. പലപ്പോഴും നമ്മൾ കുട്ടികൾ ഓരോ ആവശ്യം പറയുമ്പോൾ അവരോട് ദേഷ്യപ്പെടുകയായിരിക്കും ചെയ്യുക. എന്നാൽ അവന് ആവശ്യത്തിന് വേണ്ടി വരുന്ന പണം എങ്ങനെ ഉണ്ടാവും, ആ പണം ഉണ്ടാക്കാൻ അവൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ എത്ര ദിവസം ജോലി ചെയ്യണമെന്ന് അവൻ അറിഞ്ഞാൽ ഒരു പക്ഷേ അവൻ തൻ്റെ ആവശ്യത്തിൽ നിന്നും പിന്മാറുമായിരിക്കും. വരവ് അറിയാതെയാണ് പലപ്പോഴും കുടുംബങ്ങൾ ചെലവ് ചെയ്യുന്നത്. ഇത് ശരിയായ രീതിയാണോ? നിങ്ങൾ ചിന്തിക്കുക. ഈ രീതി തുടർന്നാൽ കുട്ടികൾക്ക് എന്ത് സംഭവിക്കും? ഇനി അതല്ല, കുട്ടികളോട് ദേഷ്യപ്പെടാതെ നമ്മുടെ വരുമാനത്തിൻ്റെ പരിമിതികളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ? ഇനി മറ്റൊരു ചിന്ത ഇതാണ്: നമ്മുടെ മക്കൾ ഒരു തരത്തിലും ഒരു കഷ്ടപ്പാടും അറിയരുതെന്ന് അവരുടെ ഏത് ആഗ്രഹവും കടം വാങ്ങിയാണെങ്കിലും സാധിച്ചു കൊടുക്കുക. ഇതാണ് സാധാരണ പാരൻസ് ചെയ്യുന്നത്. ഇത് ശരിയായ രീതിയാണോ എന്ന് ചിന്തിക്കുക. പലപ്പോഴും കുട്ടികൾക്ക് ATM മെഷീൻ പോലെ ആകരുത് അച്ഛനും അമ്മയും. എന്നാൽ ഇതൊന്ന് മാറ്റി കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെപ്പറ്റി നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ? കുട്ടികൾ ബേസിക്കായി മനസ്സിലാക്കേണ്ടത് ഇതൊക്കെയാണ്: കുടുംബത്തിൻ്റെ വരുമാനം, സാമ്പത്തിക അടിത്തറ, നമുക്ക് ആ കുടുംബത്തിലെ ഫണ്ട് ചെലവാക്കാനുള്ള സാഹചര്യങ്ങൾ, സാധ്യതകൾ, കുടുംബത്തിൻ്റെ ലോൺ, ലയബിലിറ്റി, ഇതൊക്കെ കുട്ടികൾ അറിയിക്കണം, അല്ലെങ്കിൽ അവരറിയണം എന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഇത് അറിയുമ്പോഴാണ് അവൻ അല്ലെങ്കിൽ അവൾ വരുമാനത്തിൻ്റെ പ്രസക്തിയെപ്പറ്റിയും അനാവശ്യമായിട്ടുള്ള ചെലവിനെ പറ്റിയും ലോണിനെ പറ്റിയും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കാൻ നന്നായിട്ട് പഠിക്കണമെന്നും വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകണമെന്നും ഒക്കെ അവർക്ക് സ്വയം ബോധ്യപ്പെടുന്നത്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അവൻ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്ന പ്രായം മുതൽ നമ്മൾ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക മേഖല അവനെ അറിയിച്ചാൽ അവൻ സാമ്പത്തിക അച്ചടക്കം ഉള്ളവനായിട്ട് വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇന്ന് വലിയ നിലയിലെത്തിയ പലരും ചെറുപ്പത്തിൽ അവരെ ചെറിയ സാമ്പത്തിക സാഹചര്യത്തിൽ നിന്നും വളർന്നു വന്നപ്പോൾ അവർ പഠിച്ചതും ഇങ്ങനെ ആയിരിക്കണം. അതുകൊണ്ടാവാം അവർ വലിയ വലിയ വിജയം ഉള്ളവരായത്. നിങ്ങളുടെ മക്കളും വലിയ വലിയ വിജയങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരാകട്ടെ. We are here to create investment winners. Thank you.